Okay, good afternoon. Mark your attendance. Good afternoon, Miss. Okay, all of you mark your attendance. ഓക്കെ, അപ്പൊ നമ്മുടെ അലക്സാൻഡ്രിയ എന്ന പാഠത്തിന്റെ അല്ലെ, എന്താണ് പാഠത്തിന്റെ പേര്? അലക്സാൻഡ്രിയ എന്നല്ല, ക്ലിയോപാട്രയുടെ നാട്ടിൽ നിന്നാണ് അല്ലേ? ഓക്കെ, ആ പാഠത്തിന്റെ ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചാ മതി. വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിലും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം. ഹലീമക്ക് എന്താ പറ്റി? ഹലീമക്കും ക്ലിയർ ഇല്ലേ വീഡിയോ ഓൺ ആക്കിയാല്? ഹലീമ, ഓക്കെ. അപ്പൊ അതിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ കുറെ പറഞ്ഞു അല്ലേ? അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ് പറയേണ്ടത് അല്ലേ? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം, അതല്ലേ പറയേണ്ടത്? യെസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നർത്തകിയുടെ കാൽച്ചിലങ്ക കിലുക്കം കേൾക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാകുന്നത് എപ്പോൾ? എപ്പോഴാണ്? ഓക്കെ, അലക്സാൻഡ്രിയ എന്ന പേര് കേൾക്കുമ്പോഴാണ് നർത്തകിയുടെ കാൽച്ചിലങ്ക കിലുക്കം കേൾക്കുമ്പോൾ ഒരു അനുഭവം ആർക്കുണ്ടാവുന്നത്? ലേഖകന് അല്ലേ? ഓക്കെ. പിന്നെ അത് പറയുമ്പോ കഴിഞ്ഞ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയിരുന്നോ? അതായത് ആ പോയത്തിന്റെ വെറും 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എഴുതാത്തവരുണ്ട് തോന്നല്ല. ജുവാന, ജോയൽ എഴുതിയില്ല? കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ എഴുതിത്തരാം എന്നാൽ. ഓക്കെ, വെറും 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ മിസ് ചോദിക്കുമ്പോഴാണോ പറയേണ്ടത്? അഫ്രാസ് പറഞ്ഞ പോലെ ക്ലാസിന്റെ ടൈമിലാണോ ക്ലാസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുക? അതിന് തലേന്നേ ശ്രദ്ധിക്കണ്ടേ? നേരത്തെ നമ്മൾ ചിന്തിക്കണ്ടേ? മാർക്ക് ചെയ്ത് തന്നു. വേണമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞു, ഡൗട്ട് ഉള്ളവർക്ക് വിളിക്കാന്ന്. ഇപ്പൊ ജോയൽ ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാ പറഞ്ഞത്. കുറെ പേര് എഴുതിയില്ല, എനിക്ക് ഉറപ്പുണ്ട് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? എഴുതിയവരൊക്കെ ഒന്ന് നോട്ട് സെൻഡ് ചെയ്യണേ. എഴുതാത്തവരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചോളാം, എഴുതി വെച്ചോളാം ഇനി. ഓക്കെ, അപ്പൊ ഞാൻ അത് വേണമെങ്കിൽ ഒന്ന് എഴുതിത്തരാം കേട്ടോ. പോയം ആയതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ അത് നിങ്ങൾക്ക് ചോദിക്കാൻ നേരം. അപ്പൊ രണ്ടാമത്തത്, അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാലോ. മാർക്ക് ചെയ്യുന്നോ അല്ല ഞാൻ അയച്ചു തരണോ? നിങ്ങൾ എഴുതുവോ? കുറച്ചു പേർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരുവോ? ഒന്നാമത്തത്, അലക്സാൻഡ്രിയ എന്ന പേര് ഉച്ചരിക്കുമ്പോഴാണ് നർത്തകിയുടെ കാൽച്ചിലങ്ക കിലുക്കം പോലുള്ള അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ എന്താ? അലക്സാൻഡ്രിയ എന്ന പേര് കേൾക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ആ ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ ക്വസ്റ്റ്യനും കൂടെ അതിന്റെ കൂടെ കൂട്ടി എഴുതുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. നർത്തകിയുടെ കാൽച്ചിലങ്ക കിലുക്കം കേൾക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാകുന്നത് എപ്പോൾ? അലക്സാൻഡ്രിയ എന്ന പേര് കേൾക്കുമ്പോൾ അല്ലേ? അതല്ലേ എന്റെ ആൻസർ. ഇനി രണ്ടാമത്തത്, അലക്സാൻഡ്രിയയോടുള്ള ലേഖകന്റെ അനുരാഗം വർദ്ധിക്കാനിടയായത് എങ്ങനെയാണ്? അപ്പൊ 1 എഴുതിയിട്ട് അതിന് മാർക്ക് ഇട്ട് വെക്കണം കേട്ടോ നിങ്ങള് ക്വസ്റ്റ്യന്റെ ആൻസർ പറയുമ്പോ. ആദ്യത്തത്. ഇനി രണ്ടാമത്തത് ഏതാണ് ആൻസർ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. അലക്സാൻഡ്രിയയോടുള്ള ലേഖകന്റെ അനുരാഗം വർദ്ധിക്കാനിടയായത് എങ്ങനെയാ? ക്ലിയോപാട്രയെ കുറിച്ച് കേട്ടപ്പോഴാണ് എഴുത്തുകാരന്റെ അനുരാഗം വർദ്ധിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് എങ്ങനെ എഴുതണം എന്നറിയോ? കൗമാരകാലം മുതൽക്കേ ആരുടെ? ലേഖകന്റെ അന്തരംഗത്തിൽ, മനസ്സിൽ കൗതുക സ്വപ്നങ്ങൾ അണിയിച്ച പേരാണ് ഇത്, അലക്സാൻഡ്രിയ. പിന്നീട് ക്ലിയോപാട്രയെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അലക്സാൻഡ്രിയയോടുള്ള അനുരാഗം ലേഖകന് വർദ്ധിച്ചു. ഓക്കെ, എന്നാലേ അത് ക്വസ്റ്റ്യൻ ശരിക്കും ഒരു ആൻസർ ആവും. മനസ്സിലായോ? അപ്പൊ എന്താ എഴുതേണ്ടത്? അലക്സാൻഡ്രിയയോടുള്ള ലേഖകന്റെ അനുരാഗം വർദ്ധിക്കാൻ ഇടയായത് എന്നുള്ള ചോദ്യത്തിന് ആൻസർ എങ്ങനെ എഴുതണം? കൗമാരകാലം മുതൽക്കേ ലേഖകന്റെ അന്തരംഗത്തിൽ കൗതുക സ്വപ്നങ്ങൾ എണീച്ച ഒരു പേരാണ് ഇത്, അലക്സാൻഡ്രിയ. പിന്നീട് ക്ലിയോപാട്രയെ പറ്റി കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അലക്സാൻഡ്രിയയുള്ള ലേഖകന്റെ അനുരാഗം വർദ്ധിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തത്, അലക്സാൻഡ്രിയ എന്ന അത്ഭുത നഗരി ഏത് രാജ്യത്താണ്?
ഈജിപ്ത്. ഓക്കെ, ഈജിപ്തിലാണ് അലക്സാണ്ട്രിയ എന്ന അത്ഭുത നഗരി സ്ഥിതി ചെയ്യുന്നത് അല്ലേ? അത് പിന്നെ ആ ക്വസ്റ്റ്യനും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ആൻസർ എഴുതുക, അത്രേ ഉള്ളൂ. ഇനി നാലാമത്തത്, അലക്സാണ്ട്രിയയിലെത്തിയ ലേഖകന് നിരാശ തോന്നാൻ കാരണം എന്ത്? എന്താണ്? ഓക്കെ, അത് അഴുക്കും ദുർഗന്ധവും കച്ചവട തിരക്കും കൊണ്ട് അലങ്കോലപ്പെട്ട അലക്സാണ്ട്രിയയാണ് ഇന്ന് നമ്മളെ എതിരേൽക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ലേഖകൻ അവിടെ എത്തിയപ്പോൾ നിരാശ അനുഭവപ്പെട്ടത് അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? അവിടെ 4 മാർക്ക് ചെയ്ത് വെച്ചോ, എന്നാൽ നിങ്ങൾക്ക് അത് എഴുതുമ്പോ എളുപ്പം ഉണ്ടാവും. ഇനി അതിന്റെ എന്നാലും നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞുതരും. ഇത് 3 4 4 അലക്സാണ്ട്രിയയിലെത്തിയ ലേഖകന് നിരാശ തോന്നാൻ കാരണം എന്തെന്നില്ല നാലാമത്തെ ക്വസ്റ്റ്യൻ. 3 ഏത്? ഈജിപ്ത്. അതിന്റെ ആൻസർ പിന്നെ നിങ്ങൾ എഴുതണ്ടേന്ന്, അതിലില്ല. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അലക്സാണ്ട്രിയയിൽ ക്ലിയോപാട്രയുടെ പേര് കേൾക്കാനിടയാവുന്നത് എങ്ങനെ? എങ്ങനെയാ? മോതിരക്കല്ലുകൾ. അത് തന്നെ. അപ്പൊ എവിടുന്ന് പോലെ എഴുതണം അതിന്റെ ആൻസർ? ക്ലിയോപാട്രയുടെ മോതിരക്കല്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന അറബി നമ്മളെ സമീപിക്കുമ്പോൾ മാത്രമേ വിശ്വമോഹിനിയായ ക്ലിയോപാട്രയുടെ പേര് അവിടെ കേൾക്കാൻ പറ്റുന്നുള്ളൂ അല്ലെ? അതാണ് അതിന്റെ ആൻസർ. അപ്പൊ അവിടെ മാർക്ക് ചെയ്തോ 5 എന്ന്. ഓക്കെ, ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലെങ്കിലും നിങ്ങൾ എഴുതുന്ന സമയത്ത് ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കാം. ഇനി നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലിയോപാട്ര മരണം വരിച്ചത് എങ്ങനെ? എങ്ങനെയാ? നെക്സ്റ്റ് പറഞ്ഞിട്ടോ, അവിടെ 6 നിട്ടോ. മാറിൽ ഒരു കൊമ്പൻ അണലി സർപ്പത്തെ കൊണ്ട് കടിപ്പിച്ചാണ് ക്ലിയോപാട്ര മരണം വരിച്ചത്. ഓക്കെ, അങ്ങനെ എഴുതണം. അതേപോലെ എഴുതി വെക്കാൻ പാടില്ല 2000 സംവത്സരങ്ങൾ കഴിഞ്ഞു. മാറിൽ ഒരു കൊമ്പൻ അണലി സർപ്പത്തെ കൊണ്ട് കടിപ്പിച്ചാണ് ക്ലിയോപാട്ര മരണം വരിച്ചത്. ഓക്കെ, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇനി 7th ക്വസ്റ്റ്യൻ, 7ാമത്തെ എന്താ? ക്ലിയോപാട്ര ചരിത്രകാരന്മാരെയും ആരാധകരെയും വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണെന്ന് പറയാൻ കാരണമെന്ത്? എന്താണ്? 2000 കഴിഞ്ഞിട്ടും ആ പാരഗ്രാഫിനെയാണ് എന്ത്? ക്ലിയോപാട്രയുടെ അലക്സാണ്ട്രിയ സഹസ്രാബ്ദങ്ങളിലെ സ്വപ്ന തരംഗങ്ങളിൽ അന്തരിച്ചു പോയി. ക്ലിയോപാട്രയുടെ ശവകുടീരം എവിടെയാണെന്ന് ഇതേവരെ അറിവായിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് മരണത്തിന് ശേഷം 2000 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വിചിത്ര വനിതയെ പറ്റി ഒരു വിവരവും ഇല്ല അല്ലെ? അതാണ് ചരിത്രകാരന്മാരെയും ആരാധകരെയും ക്ലിയോപാട്ര വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ക്ലിയോപാട്രയുടെ അലക്സാണ്ട്രിയ സഹസ്രാബ്ദങ്ങളിലെ സ്വപ്ന തരംഗങ്ങളിൽ അന്തരിച്ചു പോയി. ക്ലിയോപാട്രയുടെ ശവകുടീരം എവിടെയാണെന്ന് ഇതേവരെ അറിവായിട്ടില്ല അല്ലേ? അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ക്ലിയോപാട്ര ചരിത്രകാരന്മാരെയും ആരാധകരെയും വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7 എന്ന് മാർക്ക് ചെയ്യുക. ഇനി 8. ഒന്നുകൂടി പറയണോ അത് ആൻസർ? ക്ലിയോപാട്രയുടെ അലക്സാണ്ട്രിയ സഹസ്രാബ്ദങ്ങളിലെ സ്വപ്ന തരംഗങ്ങളിൽ അന്തരിച്ചു പോയി. ക്ലിയോപാട്രയുടെ ശവകുടീരം എവിടെയാണെന്ന് ഇതേവരെ അറിവായിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചരിത്രകാരന്മാരെയും ആരാധകരെയും ക്ലിയോപാട്ര വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 8th ക്വസ്റ്റ്യന്, ക്ലിയോപാട്രയുടെ ദേഹപ്രകൃതിയെ പറ്റിയുള്ള നിഗമനങ്ങൾ ചുരുക്കി എഴുതുക. എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത്. എന്തേ ഇന്ന് ആർക്കും ഇല്ലേ? വേറെ ആർക്കും കറുത്ത തലമുടി, നീല കരിമിഴികൾ,
നീണ്ട അറ്റം വളഞ്ഞ നാസിക, അങ്ങനെ ആകപ്പാട് സുന്ദരി എന്ന് പറയാമെങ്കിലും അവളുടെ ദേഹം ലഘുവായിരുന്നു. അത്ര മതി അല്ലേ? അപ്പൊ എന്താണ്, ക്ലിയോപാട്രയുടെ ദേഹപ്രതിയെ പറ്റി ഊഹിച്ചെടുക്കുകയേ നിവൃത്തിയുള്ളൂ. എങ്കിലും ചില നിഗമനങ്ങൾ ശരിയായിരിക്കും. അധികം ഉയരമില്ലാത്ത, കൃശമല്ലാത്ത, എന്നാൽ തെല്ലൊന്നുരുണ്ട ശരീരം, വെളുത്ത നിറം, കറുത്ത തലമുടി, നീലക്കരിമിഴികൾ, നീണ്ട അറ്റം വളഞ്ഞ നാസിക, അങ്ങനെ ആകപ്പാടെ സുന്ദരിയായിരുന്നു അവള്. എന്നാലും അവളുടെ ദേഹം ലഘുവായിരുന്നു. ഇതാണ് ക്ലിയോപാട്രയുടെ ദേഹപ്രതിയെ കുറിച്ച് പറഞ്ഞത് അല്ലേ? മിസ് അതെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അത് പിന്നെ അതിന് വലിയ മാറ്റം വരുത്താനൊന്നും ഇല്ല. അത്ര വരെ എഴുതുക. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയോപാട്രയുടെ സിദ്ധികൾ എന്തെല്ലാമായിരുന്നു? ശബ്ദമാധുരിയായിരുന്നു ക്ലിയോപാട്രയുടെ ഒരു സിദ്ധി. പിന്നെയോ? വെവ്വേറെ ഭാഷകൾ അറിയാം. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കാൻ അവൾക്ക് കഴിവുണ്ടായിരുന്നു. പിന്നെയോ? വശമുണ്ടായിരുന്നു. അത് തന്നെ. പിന്നെ നല്ല നർമ്മബോധം പ്രകടിപ്പിക്കുന്നവളായിരുന്നു. പിന്നെയോ? അസാമാന്യമായ സൂത്രശാലിയുമായിരുന്നു ആരെ? ക്ലിയോപാട്ര. ഇതാണ് സിദ്ധികൾ അല്ലേ? മനസ്സിലായോ? അത് എവിടെയൊക്കെയല്ലോ ആണ് ഉള്ളത്. ഒന്ന് ശബ്ദമാധുരി, 2 വ്യത്യസ്ത തരം ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, പിന്നെ നല്ല നർമ്മബോധം പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു, പിന്നെ അസാമാന്യമായ സൂത്രശാലിയുമായിരുന്നു ക്ലിയോപാട്ര. ഓക്കെ, ഇതൊക്കെയാണ് ക്ലിയോപാട്രയുടെ സിദ്ധികൾ അല്ലെ? അത് ഒരു സ്ഥലത്ത് തന്നെയല്ല ഉള്ളത്, 2-3 സ്ഥലത്തായിട്ട് ഇങ്ങനെ ഉണ്ട്. എന്താണ് ആരാധ്യ ശരിക്കും ഇരുന്ന ആരാധ്യ? ഇത് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. എഴുതരണോ? എനിക്കധികം കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നിങ്ങൾ എന്താണ് ഇത് പറയുമ്പോ ശ്രദ്ധിക്കുന്നില്ല? ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നോട്ട് ചെയ്യുന്നില്ലേ? പായലിന് ഇപ്പൊ ബുക്ക് ഉണ്ടല്ലോ, പായലേ നോട്ട് ചെയ്യുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ്. ക്ലിയോപാട്രയും സീസറും തമ്മിൽ നടന്ന പന്തയം എന്തായിരുന്നു? എന്തായാലും അറിയാം. ഒരു നേരത്തെ ഭക്ഷണം ആർക്കാണ് ഒരുക്കാൻ കഴിയുന്നതായിരുന്നു പന്തയം. ഓക്കെ, എന്താണ്? കൂടുതൽ ചെലവ് വരുന്ന ഒരു നേരത്തെ ഭക്ഷണം ആർക്കാണ് ഒരുക്കാൻ കഴിയുക എന്നതായിരുന്നു ക്ലിയോപാട്രയും സീസറും തമ്മിൽ നടന്ന പന്തയം. അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. മനസ്സിലായോ എവിടെയാണെന്ന്? പാരഗ്രാഫ് പേജ് നമ്പർ 22-ല് പാരഗ്രാഫിന്റെ ഇടയിലാണ് അത് വരുന്നത്. കൂടുതൽ ചിലവ് വരുന്ന ഒരു നേരത്തെ ഭക്ഷണം ആർക്കാണ് ഒരുക്കാൻ കഴിയുക എന്നതായിരുന്നു ക്ലിയോപാട്രയും സീസറും തമ്മിൽ നടന്ന പന്തയം. ക്ലിയർ അല്ലേ? ഓക്കെ, അതിന്റെ ഇടയിലാണുള്ളത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ നമ്പർ എടുത്തിടുക, നമ്മുടെ ക്വസ്റ്റ്യന്റെ നമ്പർ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ക്ലിയോപാട്ര പന്തയം ജയിച്ചത് എങ്ങനെ ജയിച്ചേ? സുർക്കയിൽ അലിയിച്ച് റോമ ചക്രവർത്തിക്ക് കുടിക്കാൻ കൊടുത്ത് മഹാറാണി പന്തയം ജയിച്ചു. അത് തന്നെ. തന്റെ കർണാഭരണത്തിലെ അമൂല്യമായ മുത്തെടുത്ത് സുർക്കയിൽ അലിയിച്ച് റോമാ ചക്രവർത്തിക്ക് കുടിക്കാൻ കൊടുത്താണ് മഹാറാണി പന്തയം വിജയിച്ചത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയോപാട്ര പന്തയം ജയിച്ചത് എങ്ങനെ? തന്റെ കർണാഭരണത്തിലെ അമൂല്യമായ വിലമതിക്കാനാവാത്ത മുത്തെടുത്ത് സുർക്കയിൽ അലിയിച്ച് റോമാ ചക്രവർത്തി കുടിക്കാൻ കൊടുത്തു. അങ്ങനെയാണ് പന്തയം വിജയിച്ചത്. ഇനി 11ാമത്തത് അല്ല, 11 അല്ല, 12 ലാസ്റ്റ്. ക്ലിയോപാട്രയുടെ നിശാവിനോദം എന്തായിരുന്നു? അർദ്ധരാത്രി എല്ലാരും ഉറങ്ങുമ്പോൾ വീട്ടിൽ പോയി തട്ടി എണീറ്റ് വരുമ്പോൾ കണ്ടവരുടെ വീടുകളിൽ ചെന്ന് കയറി വാതിൽ മുട്ടി ആളുകളെ വിളിച്ചു നിർത്തി അവർ വാതിൽ തുറക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടി മറയുന്നതും
അവളുടെ ഓടി പ്രിയത്തിന്. മറിയുന്നതാണ് അവളുടെ നിശാപ്രവൃത്തി അല്ലെ. എന്താണ് അവിടെ മാർക്ക് ചെയ്തോ 12 ഇട്ടോ. അർദ്ധരാത്രി വേഷപ്രച്ഛന്നയായി നഗരവീഥികളിൽ വിഹരിക്കുന്നതും കണ്ടവരുടെ വീടുകളിൽ ചെന്ന് കയറി വാതിലിൽ മുട്ടി ആളുകളെ വിളിച്ചുണർത്തി അവർ വാതിൽ തുറക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടി മറിയുന്നതുമാണ് ആരുടെ ക്ലിയോപാട്രയുടെ നിശാവിനോദം. നിശാവിനോദങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ 12 ക്വസ്റ്റ്യനും ഓക്കെ ആണോ? എല്ലാരും ഓക്കെ പറയുന്നുണ്ട്. എഴുതി അടയാളപ്പെടുത്താത്തവരുണ്ടോ? ജുവാന, എന്താണ് ചിരി വരുന്നത് ജുവാന? ജുവാന വേറെ എവിടെയോ ആണ് തോന്നുമല്ലോ. അല്ല കേൾക്കുമ്പോ വേറെ എന്തൊക്കെയോ കേൾക്കുന്നത്. അതെയോ, ഹെഡ്സെറ്റിൽ കേൾക്കുമ്പോ. അപ്പൊ ഹെഡ്സെറ്റ് അവിടെ ഊരി വെക്കും. ജുവാന നല്ല വൃത്തിക്ക് ക്ലാസ് കേൾക്കുന്നതാണ്. എന്റെ കുട്ടീനെ കണ്ടുപഠിക്ക്. കേട്ടിട്ടേ ജുവാന? ഓക്കെ, അപ്പൊ 12 ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. എഴുതിയിട്ട് ഫോട്ടോ സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് അല്ലേ? ആ, വെരി ഗുഡ്. ഇനി അനുബന്ധ പ്രവർത്തനങ്ങൾ എന്താ പറയുന്നത്? ക്ലിയോപാട്ര, സീസർ, മാർക്ക് ആന്റണി എന്നിവരെ കുറിച്ചുള്ള കൂടുതൽ വസ്തുക്കൾ സാഹിത്യകൃതികളിൽ നിന്നും കണ്ടെത്തുക. അല്ലേ? അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവോ അനുബന്ധ പ്രവർത്തനങ്ങൾ? കുറെ ഏറെ ഉണ്ട് എല്ലാ പാഠത്തിലും അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് അത് എഴുതാൻ പറ്റാത്തവരൊന്ന് എന്നെ വിളിക്കണം. വിളിച്ചിട്ട് പറഞ്ഞാൽ മതി. അതുപോലെ അഫ്രാസിന് ഞാൻ ഒന്ന് ഓർമ്മിച്ചാ അതിന്റെ കുറച്ച് പാഠത്തിന്റെ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത 6ാമത്തെ ലെസൺ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഒരു എക്സാം ഇടാനുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇനി എപ്പോഴാണ് അടുത്ത പീരീഡ് കിട്ടുക? ഏതൊക്കെ പാടാ മക്കളെ? പൂക്കാരി, ക്ലിയോപാട്രയുടെ നാട്ടിൽ. ഓക്കെ, 2 പാഠത്തിന്റെ ഒരു എക്സാം എപ്പോഴായിട്ടുണ്ട്? ക്ലാസ് എല്ലാം അല്ലാത്ത ടൈമിൽ ഇട്ടാലോ? നാളെ വൈകുന്നേരം ഇടാം അല്ലേ? റെഡി ആവോ അപ്പോഴേക്ക്? അടുത്ത തിങ്കളാഴ്ച പോലെ, അടുത്ത ഞായറാഴ്ച മറ്റേ എക്സാം ഉണ്ട് സോഷ്യലിന്റെ. അതെയാ, എപ്പോഴാണ് സോഷ്യലിന്റെ എക്സാം? ശനിയാഴ്ച. ഓക്കെ, നമുക്ക് ഇന്നിപ്പോ ഏതാണ് ആഴ്ച? ബുധൻ അല്ലേ? വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച. എപ്പോഴാ വേണ്ടേ? ഞായറാഴ്ച. ഓക്കെ, സൺഡേ ആണോ? എല്ലാവർക്കും അവധിയാണോ സൺഡേ? പള്ളിയിലൊക്കെ പോകേണ്ടവരുണ്ടോ? യെസ് മിസ്. തിങ്കളാഴ്ച മതി. അതാ, ഞായറാഴ്ച. 2 ഓപ്ഷൻ വന്നു. ഞായർ 26-ാം തീയതി. സൺഡേ ഹോളിഡേ. ഞായറാഴ്ച. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ റെഡി ആക്കിയിട്ട് ഇനി അങ്ങ് ഇട്ട് തരും. നിങ്ങൾ റെഡി ആവണം. സൺഡേയോ? സൺഡേ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ റെഡി ആവുക. ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരും. ഗ്രൂപ്പ് നോക്കണം കേട്ടോ. മെസ്സേജ് ഇടും അതിന് മുമ്പേ. ഓക്കെ, ഇനി നെക്സ്റ്റ് പാഠാണ് നമുക്കിത് പഠിക്കാനുള്ള 6ാമത്തത്. ശ്രീരാമന്റെ യാത്ര എന്നാണ് പാഠത്തിന്റെ പേര്. എന്താണ് ശ്രീരാമന്റെ? ആരാണ് ഈ ശ്രീരാമൻ? മഹാഭാരതത്തിലെ ആരാണ് ശ്രീരാമൻ? രാമായണം, മഹാഭാരതത്തിൽ രാമായണത്തിലെ നായകനാണ് അല്ലെ രാമൻ. രാമന്റെ ഭാര്യയാണ് സീത അല്ലേ? രാമനും സീതയും, ശ്രീരാമനും സീതയും. ഓക്കെ, അപ്പൊ രാമന്റെ യാത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അല്ലെ? എവിടേക്കുള്ള യാത്രയാണ്? വനവാസത്തിന് പോകുന്നതാണ് അല്ലെ ശ്രീരാമൻ. അപ്പോ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെതാണ് ഈ പോയം. ആരാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ? എഴുത്തച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? മഹാകവിയാണ്. എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവായി. മലയാള ഭാഷയുടെ പിതാവാണ് ആര്? എഴുത്തച്ഛൻ അല്ലെ?
തുഞ്ചത്ത് എഴുത്തച്ഛൻ. രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. പിന്നെയോ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് ആര്? എഴുത്തച്ഛൻ. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് അദ്ദേഹത്തിന്. എഴുത്തച്ഛൻ. അപ്പോ എഴുത്തച്ഛൻ്റെതാണ് ഈ ഒരു നമുക്കിന്ന് പഠിക്കാനുള്ള കവിത അല്ലെ? തുഞ്ചത്ത് എഴുത്തച്ഛന്റെ. ആധുനിക മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പിതാവായി ആദരിക്കപ്പെടുന്ന മഹാകവിയാണ് ആര്? എഴുത്തച്ഛൻ. ഇദ്ദേഹം 16-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ജനയിതാവും എഴുത്തച്ഛനാണ്. ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ഭാരതം കിളിപ്പാട്ട്, 24 വൃത്തം, ഹരിനാമ കീർത്തനം എന്നിവയാണ് മുഖ്യകൃതികൾ. തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് ഇദ്ദേഹം ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാഞ്ഞിട്ടുള്ളത്. അപ്പൊ മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് എഴുത്തച്ഛനെ അറിയപ്പെടുന്നത് അല്ലേ? ഓക്കെ. അപ്പോ അദ്ദേഹത്തിന്റെയാണ് ഈ ശ്രീരാമന്റെ യാത്ര എന്ന 24 വൃത്തം എന്ന ഇതിൽ നിന്ന് എടുത്താണ് ഈ വരികൾ, നമുക്കിന്ന് പഠിക്കാനുള്ള വരികൾ. അപ്പൊ ശ്രീരാമൻ എവിടെ? വനവാസത്തിന് പോകുന്നതാണ് ഇവിടുത്തെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതിലെ സന്ദർഭം അല്ലെ? അപ്പൊ ശ്രീരാമന്റെ യാത്ര നോക്കാം. കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം, മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത, കല്യാണിനി ദേവി ശ്രീരാമ രാമ. കാന്താരവിന്ദായദാക്ഷി മനോജ്ഞേ, കാന്താരവാസം നിനക്കാവതല്ല. ശാന്തേ കുടുംബ പ്രിയേ താതപാദം, കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. വൈദേഹി പോരേണ്ട ബാലേ, പൈതാഹ ശാന്തിക്കുപായങ്ങളില്ല. ഹേ ദേവി കല്ലുണ്ടു മുള്ളുണ്ടു കാട്ടിൽ, പാദവ്യതയ്ക്കങ്ങു ശ്രീരാമ രാമ. വ്യാളങ്ങൾ സാലാവൃഗദ്യൂപി വൃന്ദം, വ്യാളീത രക്ഷുക്കൾ കാട്ടാനയുണ്ടേ. കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലേ, നീലാരവിന്ദാക്ഷി ശ്രീരാമ രാമ. എന്നാര്യപുത്രൻ വനത്തിനു പോയാൽ, പിന്നെ പുരിവാസമെന്തിനു വേണ്ടി. നിന്നോടു കൂടിയിട്ടു പോരുന്നു ഞാനും, എന്നാൽ മനോജ്ഞാംഗി ശ്രീരാമ രാമ. എന്താ പറയുന്നേ? ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോൾ സീത, അതായത് എന്താണ് സീത ആരാണെന്നറിയോ? എല്ലാ ഭാര്യരും പോലെയും കൂടി അല്ല അല്ലെ? സതീധർമ്മം അനുഷ്ഠിക്കുന്ന വളരെ പവിത്രമായ ഭാര്യയാണ് അല്ലെ? അപ്പോ പതിവ്രതയാണ് സീത. അപ്പോ സീത എന്താണ്? ഭാര്യാധർമ്മമാണ് എന്ത്? ഭർത്താവിനോടൊപ്പം സുഖദുഃഖങ്ങളിൽ പങ്കുചേരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോ സീത കൂടി പുറപ്പെടാൻ തയ്യാറാവുകയാണ് അല്ലെ? അതാണ് ഇവിടെ കഥാസന്ദർഭം, നമ്മുടെ കവിതാ സന്ദർഭം അല്ലെ? അപ്പൊ എന്താണ്? കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരവും കൈപ്പിടിച്ചോരു നേരം. കല്യാണരൂപി എന്താ അർത്ഥം? മംഗളരൂപൻ അല്ലെ? മംഗളരൂപൻ എന്ന് പറഞ്ഞാൽ മംഗളം, ഐശ്വര്യം. ഐശ്വര്യമുള്ളവൻ ആരാണ്? ശ്രീരാമൻ അല്ലെ? മംഗളരൂപൻ, അതാണ് കല്യാണരൂപി. കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരവും കൈപിടിച്ചോരു നേരം. അപ്പൊ വില്ലും ശരവും ഒക്കെ കൈപിടിച്ച് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് റെഡിയായി നിൽക്കുവാണ് ആര്? കല്യാണരൂപനായ ശ്രീരാമൻ, മംഗളരൂപനായ ശ്രീരാമൻ. അപ്പോ മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത അല്ലെ? മെല്ലെ പുറപ്പെട്ടു ആര്? സീത, പതിവ്രതയായ സീത രാമന്റെ പുറകെ പുറപ്പെടുന്നു അല്ലെ? പിന്നെന്താ പറഞ്ഞേ? കല്യാണിനി ദേവി ശ്രീരാമ രാമ. കല്യാണിനി മംഗളം നൽകുന്നവൾ. ഓക്കെ, അത് സീത അല്ലെ? അതാണ് ആ 4 ലൈൻസ് പറഞ്ഞത്. കല്യാണരൂപിയായ മംഗളരൂപനായ ശ്രീരാമൻ വനത്തിന് പോവാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് വില്ലുശരമൊക്കെ കയ്യിൽ പിടിച്ച് പുറപ്പെടുന്ന സമയത്ത് പതിവ്രതയായ സീത, ഭാര്യധർമ്മം അനുഷ്ഠിക്കുന്ന സീത എന്ത് ചെയ്യുന്നേ? ഒന്നിച്ച് വനവാസത്തിന് വനത്തിൽ പോകുമ്പോ എങ്ങനെയായിരിക്കും? സുഖങ്ങളൊക്കെ ഉണ്ടാവുമോ?
വനത്തിൽ നല്ല കൊട്ടാരത്തിൽ വസിക്കുന്ന രാജാവായ ശ്രീരാമനാണ് എവിടെ പോകുന്നത്? വനവാസത്തിന് പോവാൻ തയ്യാറായി നിൽക്കുന്നത് അല്ലേ? അപ്പോ ദുഃഖങ്ങളായിരിക്കും അല്ലെ? എന്തൊക്കെയോ ഉണ്ടാവും വനത്തില്. അപ്പൊ അവിടേക്ക് പോവാൻ ആര്? പതിവ്രതയായ സീത തയ്യാറാവുകയാണ് അല്ലെ? എനിക്ക് കൊട്ടാരം വേണമെന്നില്ല, പക്ഷെ ഭർത്താവിന് എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള തയ്യാറായ ഭാര്യയാണ് ഇവിടെ അല്ലേ സീത. അപ്പൊ എന്താ പറയുന്നത്? അതാണ് ആ 4 ലൈൻസ് പറയുന്നത്. കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ. പിന്നെന്താ പറഞ്ഞു നോക്കാം. കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞേ കാന്താരവാസം നിനക്കാവതല്ല. എന്താ പറയുന്നത്? കാന്താരവിന്ദം എന്താ അർത്ഥം? അരവിന്ദം താമര, മനോഹരമായ കാന്താരവിന്ദം, മനോഹരമായ താമര അല്ലെ? പിന്നെന്താ പറയുന്നേ? കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞേ, മനോജ്ഞ മനോഹരി, അക്ഷി കണ്ണുള്ളവള്. എന്താണ്? താമരയുടെ കണ്ണുള്ളവള്, അതായത് സുന്ദരി അല്ലെ? സുന്ദരിയായ ദേവി സീതയെ എന്താ പറയുന്നത്? കാന്താരവാസം, കാട്ടിലെ താമസം നിനക്ക് പറ്റുന്നതല്ല, നിനക്കാവതല്ല അല്ലേ? അതാണ് പറയുന്നത്. കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞേ കാന്താരവാസം നിനക്കാവതല്ല. കാട്ടിലെ താമസം, കാന്താരം കാട് അല്ലെ? കാട്ടിലെ താമസം നിനക്ക് പറ്റുന്നതല്ല എന്നാണ് പറയുന്നത്. ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. എന്താ പറയുന്നത്? താതപാദം എന്ന് പറഞ്ഞാല് അച്ഛന്റെ പാദം, അതായത് ദശരഥന്റെ, ശ്രീരാമന്റെ അച്ഛനുണ്ട് അവിടെ അല്ലേ കൊട്ടാരത്തില്. അപ്പോ കാന്തേ ശാന്തേ കുടുംബപ്രിയേ, കുടുംബത്തിൽ പ്രിയമുള്ളവളെ, അതായത് കുടുംബക്കാരോടുള്ള ഇഷ്ടമുള്ളവളെ എന്ത്? താതപാദം കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. താതന്റെ പാദം, അച്ഛന്റെ പാദമൊക്കെ ശുശ്രൂഷിച്ച് നീ ഇവിടെ സുഖമായി കൊട്ടാരത്തിൽ വസിച്ചാൽ മതി. കാന്താരവാസം, കാട്ടിലെ താമസം നിനക്ക് പറ്റുന്നതല്ല എന്നാണ് ആര്? ശ്രീരാമൻ സീതയോട് പറയുന്നത് അല്ലെ? അതാണ് എന്താണ്? കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞേ കാന്താരവാസം നിനക്കാവതല്ല. ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. കാന്ത എന്താർത്ഥം? ഭാര്യ അല്ലെ? കാന്ത ഭർത്താവ്, കാന്ത ഭാര്യ. അപ്പൊ കാന്തേ ഭാര്യയെ നീ ഇവിടെ കൊട്ടാരത്തിൽ തന്നെ സുഖമായി വജിച്ച് ഇവിടെ നിന്നാ മതി, അച്ഛനെയൊക്കെ നോക്കി ശുശ്രൂഷിച്ച് ഇവിടെ നിന്നാ മതി എന്നാണ് ആര്? ശ്രീരാമൻ പത്നിയോട് സ്നേഹമുള്ളവളാ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നീ വരണ്ട അങ്ങോട്ട്, കാട്ടിലെ താമസം നിനക്ക് പറ്റുന്നതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി അവിടം വരെ ഞാൻ വായിക്കാം. കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ. കാന്താരവിന്ദായ ദാക്ഷി മനോജ്ഞേ കാന്താരവാസം നിനക്കാവതല്ല. ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. ശ്രീരാമ രാമ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ആരെങ്കിലും അവിടെ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ കാന്ത ഭാര്യ എന്നാണ് അർത്ഥം. എന്താണ് ആരോ മിസ്സേ വിളിച്ചത്? ഓക്കെ, അപ്പോ അത്ര വരെ മതിയെന്ന് തോന്നുന്നു അല്ലേ? ഒന്ന് വായിച്ചേ, ആരാ വായിക്കുക? അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പൊ അതിൽ കുറച്ച് അർത്ഥം എങ്ങനെയാ? കല്യാണ രൂപി മംഗളരൂപൻ, അതായത് ശ്രീരാമൻ. കല്യാണിനി മംഗളം നൽകുന്നവൾ. കാന്താരവിന്ദം മനോഹരമായ താമര. നെക്സ്റ്റ് മനോജ്ഞ മനോഹരി. കാന്താരവാസം കാട്ടിലെ താമസം. താതപാദം അച്ഛന്റെ പാദം. നെക്സ്റ്റ് കാന്ത ഭാര്യ അല്ലെ? അത്രയാണ് പറയുന്നത്.
പിന്നെ മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പതിവ്രതകളായ സ്ത്രീകളുടെ ഭാര്യാധർമ്മമാണെന്ത്? ഭർത്താവിനോടൊപ്പം സുഖദുഃഖങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത്. അതാണ് ഈ ഭാര്യ സീത അനുവർത്തിക്കാൻ ശ്രമിക്കുന്നത് അല്ലെ? പിന്നെയോ അപ്പൊ എന്താണ്? ശ്രീരാമൻ വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ സീതയും കൂടെ പോകുന്നുണ്ട്. കൊട്ടാരത്തിലെ സുഖം അവൾക്ക് ദുഃഖം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. എന്തുകൊണ്ടാ? ഭർത്താവില്ലാത്തടത്ത് ഭാര്യക്ക് നിൽക്കാൻ സുഖമൊന്നും തോന്നില്ല അല്ലെ? അപ്പൊ കൊട്ടാരത്തിലെ സുഖമല്ല, അതിനേക്കാളും അവക്ക് നന്നായി തോന്നിയതാ ഭർത്താവ് കല്ലിലായാലും മുള്ളിലായാലും വനത്തിലായാലും അവിടെ താമസിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതാണ് അടുത്ത ഇതില് പറയുന്നത് അല്ലെ? ഓക്കെ, വായിച്ചു. ആരാ? ആതിര വായിക്കുന്നു. ആതിര വായിച്ചു. കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം, മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ. കാന്താര വിദ്യായത ശിവനോജ്ഞേ, കാന്താരവാസം നിനക്കാവതല്ല, ശാന്തേ കുടുംബപ്രിയേ ദാദപാദം, കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. വൈദേഹി പോരണ്ട മുഴുവൻ പഠിക്കോ, നമ്മൾ ഇത്രേ പഠിച്ചുള്ളൂ കേട്ടോ. മുഴുവൻ പഠിക്കോ. വൈദാഹ ശാന്തിക്കുപായങ്ങളില്ല, ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ടു കാട്ടിൽ, പാദവ്യതിക്കങ്ങു ശ്രീരാമ രാമ. യാളങ്ങൾ സാലാവൃഗദ്യൂപിവൃന്ദം. യാളിതര ശുക്കൾ കാട്ടാനായുണ്ടേ, കാളുന്ന തീയുണ്ടു പോരേണ്ട ബാലേ, നീലാരവിന്ദാക്ഷി ശ്രീരാമ രാമ. എന്നാര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുലിവാസം എന്തിനു വേണ്ടി, നിന്നോട് കൂട്ടിയിട്ടു പോരുന്നു ഞാനും, എന്നാൽ മനജ്ഞാനി ശ്രീരാമ രാമ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ഒരു 4 മിനിറ്റ് കൂടി ഉണ്ട്. അടുത്ത ആരാ പാടുന്നേ? ആർക്കും പാടാനാവില്ല. ജുവാന ഒന്ന് പാടി നോക്കിയേ. ജുവാന. കല്യാണരൂപിണി വനത്തിന് പോവാൻ വില്ലും ശരവും കൈപിടിച്ചൊരു നേരം, മെല്ലൊന്നു പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ. കാന്താരവിന്ദായദാക്ഷി മനോജ്ഞേ, കാന്താരവിന്ദായദാക്ഷി മനോജനെ, കാന്താരവാസം നിനക്കാവതില്ല, ശാന്തേ കുടുംബപ്രിയേ ദാദപാദം, കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഡെൽവിൻ. കല്യാണരൂപി വനത്തിന്നു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം, മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ. കാന്താരവിദ്യായദാക്ഷി മനോജ്ഞേ, കാന്താരവാസം നിനക്കാവതല്ല, ശാന്തേ കുടുംബപ്രിയേ താതപാദം, കാന്തേ ഭജിച്ചിട് ശ്രീരാമ രാമ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ആർക്ക് താല്പര്യമില്ലല്ലേ പാടെ? ഓക്കെ, ഹരിനന്ദ്. ഹരിനന്ദിന് കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. കല്യാണരൂപി വനത്തിന് പോവാൻ വില്ലും ശരവും കൈപിടിച്ചൊരു നേരം, മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണി ദേവി ശ്രീരാമ രാമ. കാന്താര വീതായ ദാക്ഷി മനോജ്ഞ,
കാന്താരവാസം നിനക്കാവതല്ല. ശാന്തേ കുടുംബപ്രിയേ താത്പാദം കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. കാന്തേ ഭജിച്ചിടും ശ്രീരാമ നെറ്റിലേ ഇല്ല അല്ലേ രാമ. ഹരിനന്ദേ? ഓക്കെ, വൈദേഹി മതി മതി പോരേണ്ട മോനെ. പോരേണ്ട ബാലെ ഓക്കെ ശാന്തി ബൈ. സമയം കഴിഞ്ഞു കേട്ടോ. പോയങ്ങളില്ലേ പായങ്ങളില്ലേ. ഓക്കെ ബൈ.